അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കണില്ല. അങ്ങോട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഇതാണ് തൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സ്ഥലം എന്ന് മനസ്സിലാവുകയാണ്. ശ്രീലകത്ത് നിന്ന് ഒരു ശബ്ദം, ഒരു അശരീരി പോലെ കേൾക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉത്സവം 9ാം ദിവസമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ഉത്സവ കാഴ്ചകളും വൈദ്യുതാലങ്കാരങ്ങളും പിന്നെ ഒരു കഥയും പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ്, കാരണം ഗുരുവായൂരമ്പലത്തിലെ എല്ലാ വൈദ്യുതാലങ്കാരവും ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു സ്വർഗ്ഗമാണോ ഗുരുവായൂരമ്പലം എന്നുപോലെ നമുക്ക് തോന്നിപ്പോവും. അത്ര മനോഹരമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും കേട്ടോ. ഇപ്പോൾ രാത്രിത്തെ വിഷ്വൽസാണ് ഇതൊക്കെ. ഇന്നാണ് ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ടയും അതുപോലെ തന്നെ നഗരപ്രദക്ഷിണവും ഉള്ളത് കേട്ടോ. അപ്പോൾ വിഷ്വൽസൊക്കെ കണ്ടുകൊള്ളാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ? ഇനി നമുക്കൊരു കഥ പറയാം. ഒരമ്മയുടെ കഥ. ഈ അമ്മയുടെ വീട് ഗുരുവായൂരമ്പലത്തിൽ നിന്ന് വളരെ അകലെയാണ്. അമ്മയ്ക്ക് ഭഗവാന് ഗുരുവായൂരപ്പനെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ സാധിക്കണില്ല അങ്ങോട്ട്. അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാന് ഉണ്ണിയല്ലേ അവിടെ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ വലിയ പഴമോ കദളിക്കോലയോ അതൊന്നും വാങ്ങാനുള്ള പൈസ നമ്മുടെ ഇല്ല. കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്തു എന്നറിയോ, ഓരോന്ന് തിരയാൻ തുടങ്ങി. എന്ത് കൊടുക്കും, ഇത് കൊടുത്താൽ ഭഗവാൻ ഇഷ്ടമാവോ, അങ്ങനെ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അമ്മ കണ്ടുപിടിച്ചു കേട്ടോ. അമ്മ മഞ്ചാടിക്കുരു കണ്ടുപിടിച്ചു. ചുവന്ന പ്രതലത്തിൽ കറുത്ത പുള്ളിയുള്ള ആ മനോഹരമായിട്ടുള്ള മഞ്ചാടിക്കുരു തന്നെ തൻ്റെ ഭഗവാന് സമർപ്പിക്കാമെന്ന് അമ്മ തീരുമാനിക്കുകയാണ്. അങ്ങനെ അന്ന് മുതൽ അമ്മ മഞ്ചാടിക്കുരു ഇങ്ങനെ എടുത്തു വെക്കാനായിട്ട് തുടങ്ങുകയാണ് ഒരു കവറിൽ. ഇങ്ങനെ എടുത്തു വെച്ച്, അപ്പോൾ കുറച്ച് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു, ഇനി അമ്പലത്തിൽ പോവാം, അത്യാവശ്യമായിട്ടുണ്ട്. പക്ഷെ പോകാൻ പറ്റില്ല. അങ്ങനെ ഓരോ കാരണങ്ങളും, പോകാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൂടെ ആരും വരാനില്ല, പൈസയില്ല, അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് അമ്മയ്ക്ക്. അങ്ങനെ ആഗ്രഹിച്ച് കുറേ കാലം കഴിഞ്ഞു കേട്ടോ. 1 വർഷം തികഞ്ഞിരിക്കുകയാണ്. ആ മഞ്ചാടിക്കുരി എടുത്തു വെച്ചിരിക്കുന്ന കവറാവട്ടെ, അത് ആ കവർ നിറയാതെ പിന്നെ വലിയൊരു കവർ എടുത്ത് അതും നിറഞ്ഞു തുടങ്ങി. അങ്ങനെ അമ്മ ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇനി പറ്റില്ല, ഇനി എന്തായാലും പോയേ പറ്റുള്ളൂ. ഇത്രയും മഞ്ചാടിക്കുരി ആയില്ലേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഇനി പോയേ തീരുള്ളൂ. എൻ്റെ ഭഗവാനെ കാണാൻ എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായി എന്ന് പറയാണ്. അങ്ങനെ അമ്മ പിറ്റേ ദിവസം പോവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ അകലെയാണ്, പൈസയൊന്നുമില്ല. അങ്ങനെ അമ്മ പറയാണ്, ഞാൻ എൻ്റെ ഭഗവാനെ കാണാൻ നടന്നു പോവാ, അത് ഒരു വഴിപാട് പോലെ ആവുമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ നടന്നു പോവാട്ടോ. അപ്പോൾ കയ്യിൽ ആ മഞ്ചാടിക്കുരുവിൻ്റെ ആ വലിയൊരു സഞ്ചി ഉണ്ടല്ലോ, അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അമ്മ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങുകയാണ്. വഴിയൊന്നും അറിയില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യും, ഓരോരുത്തരോട് ചോദിക്കും, എന്താ വഴി അങ്ങനെ ഓരോരുത്തരോട് ചോദിക്കും. അപ്പോൾ കിടക്കുക എവിടെയെന്ന് വെച്ചാൽ വല്ല പീഡികത്തിണ്ടയിലോ അവിടെ എവിടെയെങ്കിലും കിടക്കും. ആ സമയത്തൊക്കെ മഞ്ചാടിക്കുരു തന്നെ നെഞ്ചോട് ചേർത്ത് വെക്കും. കാരണം അതിലൊരു മണി പോലും പോകാൻ പാടില്ല. എല്ലാം തൻ്റെ ഭഗവാന് വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്, അതൊന്നും മിസ്സാവാൻ പാടില്ല. അങ്ങനെ അമ്മ നടക്കുകയാണ്. കുറേ ക്ഷീണിതയായിട്ടുണ്ട് അമ്മ. അങ്ങനെ 41ാമത്തെ ദിവസം അമ്മ മഞ്ചാടിക്കുരുക്കളുമായിട്ട് തൻ്റെ ഭഗവാന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. അമ്മക്ക് മനസ്സിലാവുകയാണ് ഇതാണ് തൻ്റെ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സ്ഥലം എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അതുവരെ കുറച്ച് ക്ഷീണിച്ചൊക്കെയാണ് നടന്നിരുന്നത്. അമ്പലം അങ്ങോട്ട് ഇതാണെന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് അമ്മയുടെ ആ ഒരു സ്പീഡൊക്കെ വളരെ ഇരട്ടിയായിട്ട് വളരെ ഉന്മേഷത്തോട് കൂടിയിട്ട് ഓടിച്ചെല്ലുകയാണ് ഭഗവാന്റെ അടുത്തേക്ക് കാണാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, ഇത് പഴയ കാലമാണ്, ആ സമയത്ത് അവിടുത്തെ നാടുവാഴി എല്ലാ 1-ാം തീയതിയും ഭഗവാനെ കാണാനായിട്ട് വരും. അപ്പോൾ നാടുവാഴിയല്ലേ, നാടുവാഴി വരുന്ന സമയത്ത് ആരും മുന്നിൽ നിൽക്കാൻ പാടില്ല, എതിര് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആരെയും അമ്പലത്തേക്ക് കയറ്റില്ല. അത് മാത്രമല്ല, നാടുവാഴിയുടെ വഴിയിലൊന്നും ആരും നിർത്തില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ അമ്മ ഓടി വരുന്നത്. അങ്ങനെ
ആ ഒരു സമയത്ത് നാടുവാഴിക്ക് അത്ര അഹങ്കാരം ഇല്ലെങ്കിലും നാടുവാഴിയുടെ ഭടന്മാർക്കാണ് കുറച്ചുകൂടി അഹങ്കാരം. അവരിങ്ങനെ എല്ലാവരെയും തള്ളിയിടുകയാണ്. എന്താണ് ഇവിടെ നിൽക്കുന്നത് ചോദിച്ചിട്ട് അങ്ങനെ തള്ളിയിടുകയാണ്. സമയത്ത് അമ്മ ഒരു മഞ്ചാടിക്കുരുക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ ഈ ഓടി വരുന്ന അമ്മേനെ ഇത് മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവരൊറ്റ തള്ളു. അമ്മ അങ്ങോട്ട് താഴെ വീണു. നമുക്ക് തീരെ ബലമില്ലേ, അമ്മ താഴെ വീണു. ആ മഞ്ചാടിക്കുരുക്കളും മുഴുവൻ അവിടെ നിറയെ താഴെ വീണു. അങ്ങനെ അമ്മ താൻ വീണേനെക്കാട്ടി കൂടുതൽ വിഷമം ആ മഞ്ചാടിക്കുരു താഴെ പോയതിനാണ്. അവിടെ നിറയെ അമ്മ സുരുക്കൂട്ടി വെച്ച് ആ മഞ്ചാടിക്കുരു നിറയെ പരന്ന് കിടക്കുകയാണ്. അവിടെ തിക്കുന്നിരിക്കുകയാണ്. ആ മഞ്ചാടിക്കുരു ഒന്ന് വാരാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെ അമ്മ അവിടെ നിന്ന് കരയാണ്. എൻ്റെ ഭഗവാനക്ക് വേണ്ടി ഞാൻ തന്നതല്ലേ ഭഗവാനെ എന്നൊക്കെ ചോദിച്ച് അമ്മ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ച് കരയാണ്. ഇതൊന്നും ഭടന്മാർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ നാടുവഴി ഭഗവാനെ കാണാനായിട്ട് വലിയ കാര്യത്തിൽ ശ്രീലകത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ പോയി. ഈ നാടുവഴി അന്നേ ദിവസം ഒരു ആനേനെ നടക്കിരുത്തുന്നുണ്ടായിരുന്നു. അപ്പം അതുകൂടിയാണ് ഇത്ര തിരക്കിന് കാരണം കേട്ടോ. അങ്ങനെ നാടുവഴി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആനയുടെ ഒരു ചിഹ്നം വിളി. ഈ നാടുവാഴി നടക്കിരുത്താൻ വിചാരിച്ച ആനയുടെ ചിഹ്നം വിളി. അപ്പോൾ ഈ കഥ നമുക്ക് ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാമല്ലോ അമ്പലത്തിൽ. ആ ശബ്ദത്തോടു കൂടി കുറച്ച് ദൃശ്യങ്ങൾ കാണാം. നിങ്ങളെല്ലാവരും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആ ഒരു അമ്മേനെ തള്ളിയിട്ടപ്പോൾ ആനയുടെ ഒരു ചിഹ്നം വിളി കേട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. നാടുവാഴി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാണ്. അപ്പോൾ ആനയുടെ ചിഹ്നം വിളി കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ എന്താ, ആന ഇടഞ്ഞിരിക്കുകയാണ്. ആന അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നാടുവാഴി നിൽക്കുന്നത് ഭഗവാന്റെ തൊട്ട് ശ്രീലകത്തിൻ്റെ അവിടെയാണേ. അപ്പോൾ നാടുവാഴി ശ്രീലകത്തേക്ക് നോക്കി ചോദിച്ചു, എന്താ ഭഗവാനെ ഇത്? ഞാൻ അങ്ങയോടുള്ള ഭക്തി കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്. എന്തിനാണ് ഈ ഒരു ആന എന്താ ഇടഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഇത് ചോദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീലകത്ത് നിന്ന് ഒരു ശബ്ദം, ഒരു അശരീരി പോലെ കേൾക്കുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എൻ്റെ മഞ്ചാടിക്കുരു എവിടെയാണ്? എൻ്റെ അമ്മ എവിടെയാണ്? എന്നെ കാണാൻ വന്ന എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നാടുവാഴിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ നാടുവാഴി ഇതെങ്ങനെ, എന്താണ് സംഭവിച്ചത്, മഞ്ചാടിക്കുരുവോ അത് എന്താണെന്നൊക്കെ നോക്കിയിട്ട് ഭടന്മാരൊക്കെ വിട്ടു. അങ്ങനെ മനസ്സിലാവുകയാണ് തൻ്റെ ഭടന്മാർ ഭഗവാനെ മഞ്ചാടിക്കുരുവായിട്ട് വന്ന ഒരു അമ്മേനെ തള്ളിയിട്ടുണ്ട്. ആ അമ്മേനെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഉടനെ തന്നെ നാടുവാഴി അവിടുന്ന് ഓടി, അമ്മ പുറത്ത് നിൽക്കുക കേട്ടോ. ആ വരിയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കൂട്ടത്തിൽ അവിടെ നിൽക്കുകയാണ്. അമ്മേനെ ഓടിപ്പോയി പിടിച്ചെഴുന്നേൽപ്പിച്ച് ക്ഷമൊക്കെ പറഞ്ഞ് അങ്ങനെ ആ മഞ്ചാടിക്കുരുക്കളൊക്കെ ആ ഭടന്മാരൊക്കെ വിട്ട് അമ്മ കൊണ്ടുവന്ന എല്ലാ മഞ്ചാടിക്കുരും എടുത്ത് വാരി ഒരു പാത്രത്തിൽ ഇട്ടു. എന്നിട്ട് അത് ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു. ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഗുരുവായൂർ അമ്പലത്തിലെ മഞ്ചാടിക്കുരുക്കൾ അവിടെ വെക്കുന്നത്. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരാശയം എന്ന് പറയുകയാണെങ്കിൽ, ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, നമ്മളെ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഇല പോലും ഭഗവാൻ സ്വീകരിക്കുമെന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാൻ സ്വീകരിക്കും. ഈ ഒരു മഞ്ചാടിക്കുരു അത്ര ഭക്തിയോടുകൂടി സമർപ്പിച്ചപ്പോഴാണ് ഭഗവാൻ അത് സ്വീകരിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ഭക്തിയോടെ കൂടെ ഭഗവാനെ സമർപ്പിക്കാനായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മുടെ മനസ്സ് ഭഗവാനെ സമർപ്പിക്കാം. അത് തീർച്ചയായിട്ടും ഭഗവാൻ സ്വീകരിക്കും. അപ്പോൾ ഇന്നാണ് ഭഗവാന്റെ പള്ളിവേട്ടയും അതുപോലെ തന്നെ നഗരപ്രദക്ഷിണ ഉള്ളത്. അപ്പോൾ ഇനിയും സമയം വൈകിട്ടില്ല. ഇനിയും വരാത്തവർ വേഗം തന്നെ ഇവിടേക്ക് ഓടി വന്നോളൂ കേട്ടോ. ഭഗവാന്റെ ഇതൊക്കെ കാണുന്നത്. ഉത്സവം ഏകദേശം അവസാനിക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടെ എനിക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റിയെന്നറിയില്ല. എന്തായാലും എത്ര മനോഹരമാണല്ലേ ആ ഒരു അമ്പലം കാണാനായിട്ട്.
എനിക്ക് തന്നെ വളരെ ഇഷ്ടമായി. നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ നല്ല ഇഷ്ടമാവുന്നുണ്ടാവും. അത് നേരിട്ട് കാണണമെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ അമ്പലത്തിലേക്ക്. പിന്നെ ഇനി വരാൻ പറ്റാത്തവർക്ക് നമ്മുടെ ചാനലിൽ നഗരപ്രദക്ഷിണവും അതുപോലെ തന്നെ പള്ളിവേട്ടയുടെയും വീഡിയോ വരുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ ആറാട്ടിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി കണ്ടോളൂ കേട്ടോ. നമ്മളത് അത് നടന്ന കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ചാനലിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.